VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യവട്ടം ജംഗ്ഷനിലാണ്. ഇനി കാര്യവട്ടം സർവകലാശാല, കേരള സർവകലാശാല ക്യാമ്പസ്, അതിനുശേഷം കഴക്കൂട്ടം ജംഗ്ഷൻ. ഇവിടെ എത്തുമ്പോഴേക്കും ഒരു വലിയ ജനസാഗരമായി മാറുമെന്നത് ഉറപ്പാണ്. വളരെ സാവധാനമാണ് കാര്യവട്ടത്തിൽ നിന്നും വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നേരത്തെ നിശ്ചയിച്ച സമയത്തിൻ്റെ പരിധികൾക്കുള്ളിലല്ല ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സമയക്രമവും തെറ്റിച്ച് VS-ൻ്റെ വിലാപയാത്ര കാര്യവട്ടം സാവധാനം പിന്നിടുകയാണ്. കാര്യവട്ടവും കഴക്കൂട്ടവും CPM-ൻ്റെ ഏറ്റവും ശക്തമായ കേന്ദ്രങ്ങളാണ്. കഴക്കൂട്ടം മണ്ഡലം കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ VS-ന് ഒരുപാട് ആരാധകരുണ്ട്. കൊല്ലത്തും ആലപ്പുഴയിലും VS-ന് നമ്മൾ ഈ കണ്ടതിനേക്കാൾ വലിയ ഒരു ജനാവലി അന്ത്യയാത്രാമൊഴി നൽകും എന്നതും ഉറപ്പാണ്. ഈ കാണുന്ന കാഴ്ചകളെല്ലാം ഒരുപക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കൊല്ലത്തെത്തിയിട്ടില്ലല്ലോ, തിരുവനന്തപുരത്തെത്തിയിട്ടില്ലല്ലോ, എന്നിട്ടും ഒരു വലിയ ജനാവലി ഈ യാത്രയിൽ ഇപ്പോഴും ബാക്കിയാകുന്നു എന്നതാണ്. ഈ കാഴ്ചകൾ ഒരുപക്ഷെ നമ്മളെ ഇറങ്ങിക്കുക മാത്രമല്ല, ഒരു മനുഷ്യൻ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന്, പൊതുരാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് 6 വർഷമായി അപ്രത്യക്ഷമായിട്ടും ആ മനുഷ്യന് പൊതു കേരളം നൽകുന്ന ഒരു യാത്രാമൊഴി എത്ര വലുതാണ്. ഈ മനുഷ്യന് തുല്യം ഈ മനുഷ്യൻ മാത്രം എന്ന് നമ്മളെ വയലാറിൻ കണ്ടായി കലളായി നിറയുന്നു നീ നെടുനായകൻ രണധീരനായി അടരാടുവാൻ പടയാളിയായി തൊഴിലാളിതൻ ചങ്ങാതിയായി ജനമനസ്സിലമരനിവനായി വരും നാം പാടവൻ തോക്കിൻ മുനത്തുമ്പിൽ തോൽക്കാത്തവൻ സകലമാലോക ഒന്നാകെ ചേരുന്നു നീലേ പിന്നോരം പാറുന്നു ഈ ചെങ്കൊടി. രേഖാചിത്രം പോലെ അത്രമേൽ വൈകാരികവും ആർദ്രവുമാണ് VS കേരളത്തിന്. VS കേരളത്തിന് ഒരു വികാരമായി മാറുന്നത് എങ്ങനെയാണ് എന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ വികാരമല്ല. VS ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട വികാരമാണ്. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ് ഈ മുദ്രാവാക്യം. അതുകൊണ്ടാണ് അവയ്ക്ക് കവിതയുടെ മാധുര്യമുണ്ടാകുന്നത്, കവിത പോലെ കേൾക്കും. ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റ് പരിസരത്തൊക്കെ കണ്ട കാഴ്ച, ചെങ്കൽച്ചൂളയിൽ നിന്നൊക്കെയുള്ള സ്ത്രീകൾ വന്ന് കരയുകയാണ്. അതാണ് ഇന്ന് കേരളം കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ റോഡിന്റെ ഇരുവശങ്ങളിലും തടിച്ചുകൂടി നിൽക്കുന്ന ഈ പുരുഷാരമൊക്കെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഈ ജനക്കൂട്ടം തെളിയിക്കുന്നത് VS ഇല്ല എന്നത് അവർക്ക് വിശ്വസിക്കാനാകുന്നില്ല. അപ്പോൾ VS-നെ കാത്തു നിൽക്കുകയാണ്. എത്ര നേരമായി? കുറേ നേരമായോ വന്നിട്ട്? കുറേ നേരമായോ? 4-5 മണിക്കൂറായി, 5-6 മണിക്കൂറായി. 5 മണിക്കൂറായിട്ട് VS-നെ കാത്തു നിൽക്കുന്ന മനുഷ്യരാണ്. ഓരോ മനുഷ്യരും VS-നെ ഒരു നോക്ക് കാണാൻ വേണ്ടി പലയിടങ്ങളിൽ എത്തിയിരിക്കുന്ന ഇത് ക്യാമ്പസിലെ SFI പ്രവർത്തകരുടെ ഒരു ജാഥയാണ് ഈ വഴി പോകുന്നത്. വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരല്ല. VS-നെ കാണാൻ വന്നതാണോ? VS-നെ അറിയോ? VS-നെ കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. VS-നെ കാണുന്ന പുതിയ തലമുറയാണ്. അവരുടെ കണ്ണുകളിൽ VS ഒരു കൗതുകമാണ്. VS മുമ്പ് ഇനി കാത്തു നിൽക്കണ്ട. VS കഴിഞ്ഞു. ആ സങ്കടമാണ് ആ കണ്ണിൽ എല്ലാവരുടെയും മനസ്സിലുള്ളതും അതാണ്. കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകൾ. ഓരോ മനുഷ്യരും VS-നെ കാത്തു നിൽക്കുന്ന കാഴ്ചകൾ. ഇരുളു പരന്നു തുടങ്ങുമ്പോഴും VS-നെ കാത്തു നിൽക്കുന്ന മനുഷ്യരുടെ കണ്ണുകളിലെ ആ ഈറൻ നമുക്ക് വ്യക്തമായും കാണാൻ സാധിക്കുന്നു. കൈക്കുഞ്ഞുങ്ങളെ ചുമലിലേറ്റ് നിൽക്കുന്ന അമ്മമാരെ പ്രേക്ഷകർക്ക് കാണാം. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവർ 5 മണിക്കൂറായി തുടങ്ങി യാത്ര. കുഞ്ഞുങ്ങളെ തിരുവനന്തപുരം നഗരം പിന്നിട്ടിട്ടില്ല. 5 മണിക്കൂറാവി എന്ന് പറയുമ്പോൾ ആ ദൈർഘ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ടും ഇവർ കാത്തു നിൽക്കുകയാണ്. കുഞ്ഞുങ്ങളെയും ചുമലിലേറ്റ് വന്നവർ, തോളിലേറ്റ് വന്നവർ, പലയിടങ്ങളിൽ നിന്നെത്തിയ മനുഷ്യർ. പോയി തീരാ നഷ്ടം. പാർട്ടിയുടെ വിടവ് എങ്ങനെ നിൽക്കുന്നുള്ളതിനെ കുറിച്ചാണ്.
എൻ്റെ സുഹൃത്തു കൂടിയാണ്, വി എസിൻ്റെ ആരാധകനാണ്, വി എസിൻ്റെ ഹൃദയത്തിലേറ്റിയാണ്. മോനെയും കുട്ടിയാണ് വന്നത് അല്ലേ? പോയി ഇങ്ങനെ കുറേ മനുഷ്യർ കുടുംബത്തിലെ ഒരു അംഗമായി കണക്കാക്കിയ ഇവിടെ എത്തിയിരിക്കുന്ന മനുഷ്യര് അവരുടെ ആത്മാർത്ഥമായിട്ട് എത്ര ആത്മാർത്ഥമായിട്ടാണ് ആ മനുഷ്യർ വി എസിൻ്റെ ഈ യാത്രയപ്പിന് വേണ്ടി എത്തി നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. വി എസ് ഇല്ല, വി എസിന് പകരം വി എസ് മാത്രം.